Are you a founder of a private limited company or are you a founding partner of a partnership? നമുക്ക് എപ്പോഴും നമ്മളുടെ വിജയം എപ്പോഴും കൈവരിക്കാനാവുക നമുക്ക് ഒറ്റയ്ക്കല്ല. നമുക്ക് എപ്പോഴും നമ്മുടെ ഒപ്പം ഒരു കോ ഫൗണ്ടറോ അല്ലെങ്കിൽ ഒരു കോ പാർട്ട്ണറോ നമുക്ക് എപ്പോഴും വേണം. എല്ലാ ഫൗണ്ടേഴ്സും എല്ലാ മെയിൻ ആയിട്ടുള്ള പാർട്ട്നേഴ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്ത് തരത്തിലുള്ള ഒരു കോ ഫൗണ്ടറെയോ എന്ത് തരത്തിലുള്ള ഒരു കോ പാർട്ട്ണറെയോ നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇതിനകത്ത് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്കിന്നിവിടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. ഏറ്റവും ആദ്യമായിട്ടുള്ളത്, നമ്മൾ സെലക്ട് ചെയ്യുന്ന പാർട്ട്ണർ, കോ പാർട്ട്ണർ, അതല്ലെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന കോ ഫൗണ്ടർ ഷുഡ് ഓൾവേസ് അലൈൻ വിത്ത് ദ വിഷൻ ആൻഡ് മിഷൻ ആൻഡ് ദ വിഷൻ ആൻഡ് ദ ടാർഗറ്റ്സ് ദാറ്റ് വി ആർ ഹാവിങ്. അപ്പോൾ എൻ്റെ ഒപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന പാർട്ട്ണർ, എൻ്റെ ഒപ്പം ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്ന കോ ഫൗണ്ടർ, അവർ എൻ്റെ വിഷനോടുകൂടിയും എൻ്റെ ഗോളിനോടുകൂടിയും എപ്പോഴും അദ്ദേഹം അലൈൻഡ് ആയിരിക്കണം. ഈ അലൈൻമെൻ്റ് എന്നുള്ളത് വാക്കിൽ മാത്രം പോരാ, പകരം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും ഇദ്ദേഹത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്കും ഈ കാര്യങ്ങൾ നമുക്ക് ടാലിയായി വരുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ടാലി ആയാൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു വിഷനും ഈ ഒരു ഗോളും ടാർഗറ്റും അലൈൻഡ് ആയാൽ മാത്രമേ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കേണ്ടതുള്ളൂ. അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പറഞ്ഞാൽ, ആസ് എ ഫൗണ്ടർ, ആസ് എ മെയിൻ പാർട്ട്ണർ ഓഫ് ദ ബിസിനസ്, ഐ ആം ഹാവിങ് മൈ ഓർ സ്ട്രെങ്ത്. എനിക്കൊരു സ്ട്രെങ്ത് ഉണ്ടാവും. ഉദാഹരണത്തിന് ഒരു സോഫ്റ്റ്വെയർ ബിസിനസ് ആണെങ്കിൽ യു മൈറ്റ് ബി എ സ്ട്രോങ് ഡെവലപ്പർ. എന്നെ കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുള്ള ഒരു പാർട്ട്ണറെ ആയിരിക്കണം ഞാൻ കണ്ടുപിടിക്കേണ്ടത്. ഇറ്റ് മൈറ്റ് ബി ഓൺ ദ മാർക്കറ്റിംഗ് സൈഡ്, ഇറ്റ് മൈറ്റ് ബി ഓൺ ദ ഫൈനാൻസ് സൈഡ്, ഇറ്റ് മൈറ്റ് ബി ഓൺ ദ സെയിൽസ് സൈഡ്, ഏത് ഭാഗത്ത് വേണമെങ്കിലും ആകാം. ബട്ട് ദ കോ ഫൗണ്ടർ ഓർ ദ കോ പാർട്ട്ണർ ഷുഡ് ബി വിത്ത് എ കോംപ്ലിമെൻറ്റിംഗ് സ്കിൽ. ആ കോംപ്ലിമെൻറ്റിംഗ് സ്കില്ലുള്ള ആളെ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം വി ഹാവ് ടു വെരി ക്ലിയർലി ഡോക്യുമെൻ്റ് ഇറ്റ്. ഇത് ഡോക്യുമെൻ്റ് ചെയ്ത് മറ്റേ ആളുടെ അടുത്ത്, എൻ്റെ കോ പാർട്ട്ണറുടെ അടുത്ത്, കോ ഫൗണ്ടറുടെ അടുത്ത് ഐ ഹാവ് ടു മേക്ക് ക്ലിയർ വാട്ട് ഈസ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് വിച്ച് ബോത്ത് ഓഫ് യു ആർ കമ്മിങ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ്. ഇതിൻ്റെ അകത്തേക്ക് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് വളരെ ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്ത് ഡോക്യുമെൻ്റ് ആക്കി മാറ്റുക. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ആൻഡ് വിച്ച് ഹാസ് ടു ബി അക്സെപ്റ്റഡ് ബൈ ദി അതർ പാർട്ടി. ഇത് കൃത്യമായി മറ്റേ ആളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അയാൾക്ക് നിങ്ങളുടെ പ്രതീക്ഷ എന്താണ്, അയാളിൽ നിങ്ങൾക്ക് ഉള്ള പ്രതീക്ഷ ഈ ബിസിനസ്സിന് എന്താണ് എന്നുള്ളത് കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി അതൊരു ധാരണയിലെത്തി ഒരു എഗ്രിമെൻ്റ് തന്നെ അവിടെ സൈൻ ചെയ്യണം. സോ ദാറ്റ് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് the last and the most important step along with the 1 and 2 are that you should also plan your exit. നമ്മളെല്ലാവരും മനുഷ്യരാണ്. ഏതെങ്കിലും ഒരു സമയത്ത് ഫൗണ്ടറും കോ ഫൗണ്ടറും തമ്മിൽ, മാനേജിങ് പാർട്ണറും കോ പാർട്ണറും തമ്മിൽ ഒരു തർക്കത്തിലെത്തിയാൽ, ഏത് സമയത്താണ് അത്തരത്തിലൊരു മൊമെൻറ്റിൽ എത്തുന്നതെങ്കിലും എങ്ങനെയാണ് ഇത് റിസോൾവ് ചെയ്യാൻ സാധിക്കുക? ഇനി റിസോൾവ് ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ എങ്ങനെ പരസ്പര ധാരണയോടുകൂടി ഈ പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഫൗണ്ടേഴ്സ് എഗ്രിമെൻ്റ് ബ്രേക്ക് ചെയ്യാം എന്നുള്ളതിൻ്റെ ക്ലിയർ റൂൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, വളരെ കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജി യു ഹാവ് ടു പുട്ട് ഇറ്റ് അക്രോസ്. ഇത് ഒരു ഡോക്യുമെൻ്റ് ആയിട്ട് തന്നെ വേണം. ദി എക്സിറ്റ് സ്ട്രാറ്റജി along with the dispute resolution mechanism has to found a place in your founders agreement or the partners agreement. Thank you. Thanks a lot.